ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ രുചികരമായ ഒരു ഭക്ഷണം മാത്രമല്ല, ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നുകൂടിയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഗുണങ്ങൾ ഒന്ന് നോക്കാം. ചെമ്മീനിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിലെ കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഇത് സഹായിക്കുന്നു. കലോറി കുറവായതിനാൽ ഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു പരിഹാരമാണ്. ചെമ്മീനിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ചീത്ത കൊളസ്ട്രോൾ LDL കുറക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാൻ സാധിക്കും. തൈറോയിഡ് ഗ്രന്ഥികളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ആവശ്യമായ അയോഡിൻ, സെലീനിയം എന്നിവ ചെമ്മീനിൽ മികച്ച അളവിൽ അടങ്ങിയിട്ടുണ്ട്. മസ്തിഷ്ക ആരോഗ്യം. ഇതിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും അസ്റ്റാക്സാന്തിൻ ആന്റി ഓക്സിഡന്റുകളും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം. ചെമ്മീനിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നിവ എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നു, വിളർച്ച തടയുന്നു. ചെമ്മീനിൽ വിറ്റാമിൻ B12, ഇരുമ്പ്, ഇറോൺ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തക്കുറവ്, അനീമിയ തടയാൻ ഇത് സഹായിക്കുന്നു. ചെമ്മീനിൽ പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഇതിൽ പ്രധാനമായും അടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും. പ്രധാന വിറ്റാമിനുകൾ. വിറ്റാമിൻ B12 ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഇത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ ചെമ്മീനിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ D ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ശരീരത്തിന് കാൽസ്യം ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. പിന്നെ അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ E ആണ്. ഇതൊരു മികച്ച ആന്റി ഓക്സിഡന്റ് ആയാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ്. വിറ്റാമിനുകൾ കൂടാതെ ഇനി പറയുന്ന ഘടകങ്ങളും ചെമ്മീനിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു. പോഷകം ഗുണം. സെലീനിയം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഹൃദയാരോഗ്യത്തിന്റെ സഹായിക്കുന്നു, മികച്ചതാണ്. പ്രോട്ടീൻ പേശികളുടെ വളർച്ചയ്ക്കും കേടുപാടുകൾ തീർക്കാനും സഹായിക്കുന്നു. ചെമ്മീനും നാരങ്ങാ നീരും ചേർത്ത് കഴിക്കുന്നത് മാരകമാണെന്നുള്ള പ്രചരണം പൂർണ്ണമായും തെറ്റായ ഒന്നാണ്. ഇതിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയുമില്ല. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള വസ്തുതകൾ പറയാം. ആഴ്സനിക് മിത്ത്. ചെമ്മീനിൽ അടങ്ങിയിരിക്കുന്ന അനോർഗാനിക് ആഴ്സനിക് നാരങ്ങയിലെ വിറ്റാമിൻ സിയുമായി പ്രവർത്തിച്ച് വിഷാംശമുള്ള ഡ്രൈ ഓക്സൈഡ് ആയി മാറുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ചെമ്മീനിൽ കാണപ്പെടുന്നത് ശരീരത്തിന് ദോഷകരമല്ലാത്ത ഓർഗാനിക് ആഴ്സനിക് ആണ്. വിറ്റാമിൻ സിയുമായി ചേർന്ന് ഇത് വിഷാംശമായി മാറാൻ നമ്മുടെ വയറ്റിലെ സാഹചര്യങ്ങൾ അനുയോജ്യമല്ല. ചെമ്മീൻ കഴിക്കുമ്പോൾ ശരിക്കുമുള്ള അപകട സാധ്യതകൾ. ചെമ്മീൻ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് പ്രധാനമായും 2 സാഹചര്യങ്ങളിലാണ്. അലർജി. ചിലർക്ക് ചെമ്മീൻ പോലുള്ള സീ ഫുഡുകൾ കഴിക്കുമ്പോൾ കഠിനമായ അലർജി ഉണ്ടാകാം. ഇത് ശ്വാസതടസ്സത്തിനും മരണത്തിനും വരെ കാരണമായേക്കാം. ഇത് നാരങ്ങ കഴിച്ചത് കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയുടെ ശരീരപ്രകൃതി കൊണ്ടാണ്. പഴകിയ മീൻ മോശമായ രീതിയിൽ സൂക്ഷിച്ചതോ പഴകിയതോ ആയ ചെമ്മീൻ കഴിക്കുന്നത് വഴി ഭക്ഷ്യവിഷബാധയുണ്ടാകാം. ചുരുക്കത്തിൽ, ആരോഗ്യവാനായ ഒരാൾ ചെമ്മീനും നാരങ്ങയും ഒന്നിച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ വെറും വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ്. ചെമ്മീൻ സ്വാദിഷ്ടമായ വിഭവമാണെങ്കിലും ചില ആരോഗ്യ പ്രശ്നമുള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് ഉചിതം. ചെമ്മീൻ കഴിക്കാൻ പാടില്ലാത്തവർ. 1. അലർജിയുള്ളവർ. ഷെൽഫിഷ് വിഭാഗത്തിൽ പെടുന്നതാണ് ചെമ്മീൻ. ചിലരിൽ ഇത് കഠിനമായ അലർജിക്ക് കാരണമാകും. ലക്ഷണങ്ങൾ. ശരീരം ചൊറിഞ്ഞു തടിക്കുക, ശ്വാസതടസ്സം, തൊണ്ടവീക്കം, തലകറക്കം. ശ്രദ്ധിക്കുക, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചെമ്മീൻ ഒഴിവാക്കുകയും ഡോക്ടറെ കാണുകയും വേണം. ഇത് ചിലപ്പോൾ മരണകാരണമായേക്കാവുന്ന അനാഫിലാക്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാം. 2. ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ. ചെമ്മീനിൽ കൊളസ്ട്രോൾ താരതമ്യേന കൂടുതലാണ്. ദോഷഫലം.
ഹൃദ്രോഗമുള്ളവരോ കൊളസ്ട്രോൾ നില വളരെ കൂടുതലുള്ളവരോ ചെമ്മീൻ അമിതമായി കഴിക്കുന്നത് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ LDL വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. 3. യൂറിക് ആസിഡ് പ്രശ്നമുള്ളവർ. യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നത് മൂലം സന്ധിവേദന അനുഭവിക്കുന്നവർ ചെമ്മീൻ ഒഴിവാക്കണം. കാരണം ചെമ്മീനിൽ പ്യൂരിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ എത്തുമ്പോൾ യൂറിക് ആസിഡായി മാറുകയും സന്ധികളിൽ നീരും കഠിനമായ വേദനയും ഉണ്ടാവുകയും ചെയ്യുന്നു. 4. സോറിയാസിസ് അല്ലെങ്കിൽ മറ്റ് ചർമ്മരോഗങ്ങൾ ഉള്ളവർ. ചിലതരം ചർമ്മരോഗമുള്ളവർക്ക് ചെമ്മീൻ കഴിക്കുന്നത് അസുഖം കൂട്ടാൻ കാരണമാകാറുണ്ട്. ചൊറിച്ചിൽ വർദ്ധിക്കാനും പാടുകൾ പടരാനും ഇത് കാരണമാകും. തൈറോയിഡ് രോഗികൾ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെമ്മീനിൽ അയഡിൻ ധാരാളമുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം പോലുള്ള അവസ്ഥയിലുള്ള അയഡിൻ നിയന്ത്രിക്കേണ്ടതുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെമ്മീൻ കഴിക്കുക. ദഹന പ്രശ്നങ്ങൾ. ചിലരിൽ ഗ്യാസ്, വയറുവേദന എന്നിവ ഉണ്ടാക്കിയേക്കാം. വിഷാംശം. കൃഷി ചെയ്യുന്ന ചെമ്മീനുകളിൽ ചിലപ്പോൾ ആന്റിബയോട്ടിക്കുകളുടെയോ രാസവസ്തുക്കളുടെയോ സാന്നിധ്യം ഉണ്ടായേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ആരോഗ്യത്തെ ബാധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ. പുതിയ ചെമ്മീൻ പാകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. പഴയതോ ശരിയായി വൃത്തിയാക്കാത്തതോ ആയ ചെമ്മീൻ കഴിക്കുന്നത് ഭക്ഷ്യവിഷബാധക്ക്, ഫുഡ് പോയ്സണിംഗ് കാരണമാകും. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു ഡയറ്റീഷ്യൻ്റെയോ ഒരു ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.